നമസ്കാരം. ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം. 45 ലക്ഷത്തോളം വരുന്ന പ്രവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് സംഘടനകൾ കേരളത്തിന്റെ അകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. 1,50,000 കോടി രൂപ ഒരു വർഷം കേരളത്തിലേക്ക് അയക്കുന്ന ഈ പ്രവാസി സമൂഹത്തിന്റെ അവസ്ഥ ഇന്നും പരിതാപകരമാണ് എന്ന് പറയുന്നതിനപ്പുറം അതിൽ എത്രയോ താഴെയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 25ഓളം സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് യുണൈറ്റഡ് പ്രവാസി അലയൻസ് എന്ന് പറഞ്ഞ UPA എന്ന സംഘടന തിരുവനന്തപുരത്ത് നിന്ന് പ്രഖ്യാപിക്കുകയാണ്. സംഘടനയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ വിശദീകരിക്കുക. മറ്റു നിങ്ങൾ എല്ലാവർക്കും വേദിയിലുള്ള എല്ലാ സഹപ്രവർത്തകർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിലെ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇതിന്റെ പ്രസിഡന്റ് സെൻട്രൽ പ്രസിഡന്റ് ദിനേശ് ചന്ദ അവരുടെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം പറഞ്ഞു നിൽക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, മറ്റ് പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന് കേരളത്തിലെ പ്രവാസി സമൂഹത്തിന് അറിയിക്കുക. പറഞ്ഞതുപോലെ ഏതാണ്ട് 45 ലക്ഷത്തോളം തിരികെ വന്നവർ, സമാനമായി വിദേശത്ത് തൊഴിലെടുക്കുന്നവർ, ഏതാണ്ട് 25 ലക്ഷത്തിനും അധികം സംസ്ഥാനത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് തൊഴിൽ ചെയ്യുന്ന പ്രവാസികൾ, ഏതാണ്ട് 1 കോടിയോളം വരുന്ന പ്രവാസികളുടെ പരിച്ഛേദമായി പ്രവാസി സംഘടനകളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നു. പൊതുവെ ഈ സംസ്ഥാനത്ത് ഇന്ന് സർക്കാർ അധികാരത്തിലിരിക്കുന്ന സർക്കാർ 99 സീറ്റുമായി അധികാരത്തിലിരിക്കുന്ന സർക്കാർ 90 ലക്ഷം വോട്ടുകളാണ് നേടിയത്. പ്രതിപക്ഷം ഏതാണ്ട് 80 ലക്ഷം വോട്ടുകളാണ്. 99 സീറ്റ് നേടിയ സർക്കാരിന് ലഭിച്ച വോട്ടിനേക്കാൾ അല്ലെങ്കിൽ എണ്ണത്തിനേക്കാൾ 10 ലക്ഷം കൂടി കൂടുതലാണ് പ്രവാസികളുടെ. പക്ഷേ അസംഘടിതരായി ഇന്ന് സംസ്ഥാനത്തുള്ള ഒരേ ഒരു വിഭാഗം. പൊതുവെ ചോദിക്കും, പ്രവാസിക്ക് എന്തിന് സംഘടന അല്ലെങ്കിൽ അവർക്ക് ക്ഷേമ പ്രവർത്തനം ഇത് 90% അല്ലെങ്കിൽ 95% തൊഴിൽ എടുത്ത് തിരികെ വന്നവരെ പ്രധാനമായിട്ട് ദൈനംദിന ജീവിതത്തിന് ബുദ്ധിമുട്ടുന്നവരാണെന്നുള്ള വസ്തുത സമീപകാലം വരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിനും സംസ്ഥാനത്തെ പൊതുരാഷ്ട്രീയ മുന്നണികൾക്കും ആ ദുർബല വിഭാഗത്തെ കുറിച്ച് അല്പം ബോധ്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇങ്ങനെ ഇവരേതാണ്ട് സമ്പന്നരായി തിരിച്ചു വന്നവരാണെന്നുള്ള ധാരണയിൽ ഒരു മാറ്റവുമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റ് റിപ്പോർട്ട്. ഏതാണ്ട് 129 ദശലക്ഷം കോടി രൂപയുടെ പ്രവാസ നിക്ഷേപം ഇന്ത്യയിൽ എത്തിച്ച പ്രവാസികൾക്ക് 100 രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാത്ത, ആനുകൂല്യമെന്നല്ല, അവർക്ക് വേണ്ടി 1 രൂപ ബജറ്റിൽ പ്രൊവൈഡ് ചെയ്യാത്ത കേന്ദ്ര നയം. അതിൽ ഞാൻ ശക്തമായ അതുപോലെ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് 1,60,60,000 കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന ഈ സംസ്ഥാനത്ത് 2.25 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ പ്രവാസി വിദേശ നാണി കെട്ടിച്ചത്. അതായത് 1,60,00,000 കോടിയുടെ 1,60,60,000 കോടിയുടെ പ്രവാസ നിക്ഷേപം സംസ്ഥാനത്ത് ബജറ്റുള്ള സംസ്ഥാനത്ത് 2.25 ലക്ഷം കോടി രൂപയാണ് പ്രവാസികളുടെ. ഈ സംസ്ഥാനത്ത് ഈ വിഭാഗത്തിന് വേണ്ടി ബജറ്റ് മാറ്റിവെക്കുന്നത് കേവലം 200 കോടി രൂപയാണ്. ഇതൊന്നും ഇവർക്ക് വേണ്ട ആശ്വാസം നൽകുന്ന തരത്തിലേക്കല്ല. എന്നിരുന്നാലും ഗവൺമെന്റിനെ സംബന്ധിച്ച് കുറെ മുന്നോട്ട് പോയിട്ടുണ്ട്, പ്രവാസിയെ പരിഗണിക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട്. അത് വരുന്ന മുന്നണികൾക്കൊക്കെ അത് കേരളത്തിൽ ചെയ്യേണ്ടി വരും, കാരണം ഒരു വോട്ട് ബാങ്കായി മാറുന്നു. ഈ വിഷയങ്ങളൊക്കെ അധികാരികളുടെ മുന്നിൽ എത്തിക്കുന്നതിന് നിലവിലെ പ്രവാസി സംഘടനകൾക്ക് കഴിയുന്നില്ല എന്ന വസ്തുതയുണ്ട്. കാരണം ഇതിന്റെ ഒറ്റപ്പെട്ട സമരങ്ങളോ ഒറ്റപ്പെട്ട ആവശ്യങ്ങളോ ആയി മാറുകയും അതുകൊണ്ട് തന്നെ പ്രവാസി സംഘടനകളുടെ കൂട്ടായ്മയെ കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ച കുറെ നാളുകളായി തുടരുകയാണ്. അത് കഴിഞ്ഞ 22-ാം തീയതി എറണാകുളത്ത് കൂടിയ യോഗത്തിൽ വെച്ച് പുതുതായി ഒരു യുണൈറ്റഡ് പ്രവാസി അലയൻസ് UPA
സംയുക്ത പ്രവാസി സഖ്യം രൂപീകരിക്കുകയും ഇന്ന് വളരെ സന്തോഷകരമായി 5-ാം തീയതി തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ വെച്ച് അതിന്റെ പ്രഖ്യാപനം നടത്തുകയാണ്. ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ യോഗത്തിൽ ഗവൺമെന്റിനോട് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ സംസ്ഥാന ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ബാധ്യത വരുന്ന തരത്തിലുള്ള വലിയ ആവശ്യമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് പ്രവാസിയുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ പെൻഷൻ സംവിധാനം ഏർപ്പെടുത്തണം. നിലവിലുള്ള പെൻഷൻ 10,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിലും ഇടതുപക്ഷ ഗവൺമെന്റ് ഇടതു മുന്നണി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രവാസികൾക്ക് ഓഫർ ചെയ്തത് 5,000 രൂപയായി പ്രവാസി പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ്. ഈ ബജറ്റിൽ ഇത് 5,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ വിഷയം, പ്രവാസത്തിന്റെ ഒരു ദുരിത കാലഘട്ടം ഉണ്ടായി. ഇപ്പോഴത്തെ പ്രവാസത്തിന് കുറച്ചുകൂടിയൊക്കെ വേൾഡ് ലേബർ ഓർഗനൈസേഷന്റെ നിബന്ധനകൾ അനുസരിച്ചുള്ള സംവിധാനങ്ങൾ വിദേശത്ത് രൂപപ്പെടുമ്പോൾ ഇതില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വിദേശത്ത് പോയി തിരികെ വന്ന് വളരെ ബുദ്ധിമുട്ടുന്ന 60 വയസ്സ് പ്രവാസികൾക്ക് ഒരു ആനുകൂല്യത്തിനും അർഹതയില്ല. അത് പുനഃപരിശോധിക്കണം. 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ സംവിധാനം ഏർപ്പെടുത്തണം. ഈ രണ്ട് കാര്യങ്ങൾ സർക്കാരിന് സാമ്പത്തികമായ ചില ഇടപാടുകൾ ഉണ്ടാവും, ബാധ്യതകൾ ഉണ്ടാവും. പക്ഷേ അതിന് കൃത്യമായി ഞങ്ങൾ കഴിഞ്ഞ ലോകേരള സഭകളിൽ നിർദ്ദേശം വെച്ചത് പ്രവാസിയെ ഉപയോഗിക്കുന്ന ദേശസാൽകൃത ബാങ്കുകൾ ഉൾപ്പെടെ എയർപോർട്ടുകൾ ഉൾപ്പെടെ വിദേശ വിമാന കമ്പനികൾ ഉൾപ്പെടെ എല്ലാവരുടെയും CSR ഫണ്ടുകൾ ക്ഷേമനിധിയിലേക്ക് കളക്ട് ചെയ്യുന്നതിന് നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ആ സംവിധാനത്തിൽ ഗവൺമെന്റ് ആ നിയമങ്ങൾ പാസാക്കി കേന്ദ്രത്തിന്റെ ഇളവുകൾ വാങ്ങി ഈ CSR ഫണ്ടുകൾ കളക്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അത് ചെയ്യാൻ അതിനാദ്യമായി സംഭാവന ചെയ്യാം എന്ന് അറിയിച്ചതായും ഞങ്ങൾ അറിയുന്നുണ്ട്. കൂടുതൽ പ്രവാസികളെ ഉപയോഗിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്ന് CSR ഫണ്ടുകൾ കളക്ട് ചെയ്ത് ഈ പറയുന്ന തരത്തിലുള്ള ഉയർന്ന പെൻഷനും 60 കഴിഞ്ഞുള്ളവർക്കുള്ള പെൻഷൻ നൽകുന്നതിനുള്ള സംവിധാനം രൂപപ്പെടുത്തണം. കൂടാതെ ഗവൺമെന്റിന് അധിക ബാധ്യതകളില്ലാത്ത നിരവധിയായ നിർദ്ദേശം. തിരികെ വന്ന 14 ലക്ഷക്കണക്കിന് പ്രവാസികൾ വളരെ വിദഗ്ധരായ വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരാണ്. ഇവരെ നാട്ടിൽ വിവിധ തലങ്ങളെ പുനരധിവസിക്കണം. സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടണം. അവരുടെ കൂട്ടായ്മകൾ രൂപപ്പെടുത്തി അവരുടെ കഴിവിനെ വീണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ അതിന് ഞങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഗ്രാമസഭയാണ്. ഈ ഗ്രാമസഭയിലൂടെ ഇവരുടെ കൂട്ടായ്മകളെ രൂപപ്പെടുത്തുകയും ഇവരുടെ വൈദഗ്ധ്യത്തിനനുസരിച്ച് വിവിധ തരങ്ങളിലുള്ള ധന സ്രോതസ്സുകൾക്ക് വഴിയൊരുക്കി കൊടുക്കാനാണെങ്കിൽ ഒരു വലിയ മാറ്റം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകും ഞങ്ങൾക്ക് സംശയമില്ല. അപ്പം അതുപോലെ നിരവധിയായ ഇത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കൂടുതലായിട്ടതിനെ കുറിച്ച് പറയുന്നില്ല. ഈ വിഷയങ്ങളിലൊക്കെ ഗവൺമെന്റ് ഞങ്ങൾ നൽകുന്ന നിവേദനം വരാൻ പോകുന്ന നാളുകളിൽ ഈ സംഘടിത ശക്തി ഒരു വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തും. ഒരുപക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ 90 ലക്ഷത്തിൽ 1 ലക്ഷം 1 കോടി പ്രവാസികൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഭരണം പിടിച്ചെടുക്കും എന്നൊന്നുമല്ല. ഞങ്ങളുടെ ശബ്ദം സഭയിൽ ഉയരാൻ തക്ക തരത്തിലേക്ക് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മുന്നണികൾ ഹോംവർക്ക് ചെയ്യണം എന്ന ശക്തമായ ആവശ്യം നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഈ സംഘടന ഇനിയും കൂടുതൽ ഇപ്പോൾ തന്നെ വിദേശത്തുള്ള നിരവധി സംഘടനകൾ നമ്മളോട് ഇതിനകത്ത് യോജിച്ച് പ്രവർത്തിക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ സംസ്ഥാന തലത്തിൽ കൂടുതൽ വിപുലപ്പെടുത്താനും ഓവർസീസ് തലത്തിൽ പ്രത്യേകമായ സംവിധാനം രൂപപ്പെടുത്താനും ജില്ലാ തലത്തിലും നിയോജകമണ്ഡലം തലത്തിലും പഞ്ചായത്ത് തലത്തിലും കമ്മിറ്റികൾ അതാത് പ്രദേശത്തുള്ള വിവിധ വിദേശത്തും പുറത്തുമുള്ള നാട്ടിലുമുള്ള സംഘടനകളെ ഉൾപ്പെടുത്തി ശക്തിപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇത്രയും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ വലിയ പിന്തുണ കാരണം ഈ വലിയൊരു സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നതിന് നിങ്ങൾ കൂടി പിന്തുണയ്ക്കണം, സഹകരിക്കണം. അതായത് നമ്മുടെ ഈ പുതുതായി ഞങ്ങൾ രൂപപ്പെടുത്തിയ സംഘടനയുടെ പ്രസിഡന്റായി ഇവർ തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്റെ പേര് ദിനേശ് ചന്ദ്ര, കായംകുളമാണ്. വൈസ് പ്രസിഡന്റായി സുനിൽ ഖാൻ, സരിത് പള്ളിവിള, പ്രേംസൻ കായംകുളം, ഇവർ 3 പേരെയാണ് വിവിധ സംഘടനകളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മൂന്നാമതായി ജനറൽ സെക്രട്ടറി ഗുലാം ഹുസൈൻ പുറക്കാടനാണ്. സെക്രട്ടറിമാരായി പ്രിയങ്കരനായ ബാബീസ് വിജയൻ, പൃഥ്വിരാജ് നാറാത്ത്, CP രാജശേഖരൻ നായർ എന്നിവരാണ്. ട്രഷററായി NC അബ്ദുൽ ജബ്ബാർ നഖ്ലി, വനിതാ സംഘത്തിന്റെ പ്രസിഡന്റായി ഫൗസിയ,
ഇത്രയും പേരാണ് ഞങ്ങൾ താൽക്കാലികമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനിയും കൂടുതൽ സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി വിപുലപ്പെടുത്തുന്നു. അതിനുള്ള സംവിധാനങ്ങൾ നടക്കുകയാണ്. ലോ കേരള സഭ ഉൾപ്പെടെയുള്ള സഭകളിലെ പ്രതിനിധികളാണ്. ആ മേഖലയിൽ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആ നിർദ്ദേശത്തെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്തു. ചില വിമർശനങ്ങൾ അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. തെറ്റാണ്. അവിടെ ചില ആക്ഷേപകരമായ പരാമർശങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതൊക്കെ തെറ്റാണെന്ന് ഞങ്ങൾ ആവർത്തിക്കുകയാണ്. അവിടെ ഉന്നയിച്ചിട്ടുള്ള ഒട്ടുമിക്ക വിഷയങ്ങൾക്കും കുറച്ച് പരിഹാരങ്ങളും പുതിയ ഫോർമുലകളും രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് പ്രവാസികൾ അവരെ സംബന്ധിച്ച് ഇന്നത്തെ ഭരണ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോട് സമാനമായോ അതിനേക്കാൾ മെച്ചപ്പെട്ടയോ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ളവരാണ്. ഉപജീവനത്തിന് വേണ്ടി വിദേശത്ത് പോയി എന്ന ഒരു തെറ്റ് മാത്രമാണ് പ്രവാസികൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനും അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കുന്നതിനും ഒരു ഗവൺമെന്റ് തയ്യാറായതിനെ പരിഹസിച്ചവരോട് ഞങ്ങൾക്ക് സഹതാപമാണുള്ളത്. ഏതായാലും നാളുകളിലെ കേരളത്തിന്റെ പുനഃസൃഷ്ടിക്ക് ആ സംഭാവന തുടർന്നുകൊണ്ടായിരിക്കും, തുടർന്നുകൊണ്ടിരിക്കണം. അത് തന്നെ ആയിരിക്കും നമ്മുടെ നിലനിൽപ്പിന്റെ ആശ്രയം, അല്ലെങ്കിൽ നിലനിൽപ്പിന്റെ ആവശ്യകതയും അത് തന്നെ ആയിരിക്കും എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.